എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ അറിയാത്തവയാണ് ഓരോ മൂന്നാർ യാത്രകളും. കോടമഞ്ഞിൻ്റെ കുളിരണിഞ്ഞ മലഞ്ചെരുവുകളും തേയിലത്തോട്ടങ്ങളും, കണ്ണെത്താ ദൂരത്തോളം ഒന്നിനു മേലെ മറ്റൊന്നായി അടുക്കി വെച്ച പോലുള്ള കുന്നുകൾ, അതിനെ വീശിയെത്തുന്ന കാറ്റും കുളിരും. അങ്ങനെ നൂറുകണക്കിന് കാഴ്ചകളിലേക്കുള്ള ഒരു യാത്രയാണ് മൂന്നാർ ഓരോ സഞ്ചാരിക്കും തരുന്നത്. മൂന്നാറുകളായ കുണ്ടള, മുതിരപ്പുഴ, നല്ലതണ്ണി എന്നിവയുടെ സംഗമസ്ഥാനമാണ് മൂന്നാർ. ഒരുപക്ഷെ മൂന്നാർ എന്നുള്ള പേര് വരാൻ കാരണം ഇതാവാം. തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ. വിശാലമായ തേയിലത്തോട്ടങ്ങൾ, മനോഹരമായ ചെറുപട്ടണങ്ങൾ, വളഞ്ഞും ഉയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ, അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നവംബർ മുതൽ മാർച്ച് പകുതി വരെയൊക്കെ ഇവിടെ തണുപ്പായിരിക്കും. മൂന്നാറിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തത്, മൂന്നാറിൻ്റെ തലവര മാറ്റി എഴുതിയത് ബ്രിട്ടീഷുകാരാണ്. മലമടക്ക് പ്രദേശമായിരുന്നു ഇവിടം. തേയിലക്കൃഷിക്കായി മാറ്റിയെടുത്ത് ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ നിരവധി വർഷങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. ചരിത്രം പറയുന്നതനുസരിച്ച് 1790 ബ്രിട്ടീഷുകാർ ആദ്യമായി മൂന്നാറിലെത്തിയത്. പൂഞ്ഞാർ രാജാവിൽ നിന്നും പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് 1880 ബ്രിട്ടീഷുകാർ ആദ്യ തേയിലച്ചെടി നടുന്നത് എന്നാണ് ചരിത്രം. നമ്മൾ ഈ കാണുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ പ്രവേശന കവാടമാണ്. അത്യാധുനിക സൗകര്യത്തോടെയുള്ള ടിക്കറ്റിംഗ് ബുക്കിംഗ് സംവിധാനം ഇവിടെ ലഭ്യമാണ്. സഞ്ചാരികൾക്ക് ടിക്കറ്റുകൾ ഓൺലൈനായും ബുക്ക് ചെയ്യാം. www.iravikulamnationalpark.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ ഇന്ത്യൻ അഡൽറ്റ് 200, ചിൽഡ്രൻസ് 150, ഫോറിനേഴ്സ് 500, സ്റ്റിൽ ക്യാമറ 50, വീഡിയോ ക്യാമറ 350 എന്നിങ്ങനെയാണ്. ഈ കാണുന്നതാണ് ഇരവികുളം VR എക്സ്പീരിയൻസ് സെൻറ്റർ. ഇവിടെ നമുക്ക് VR ക്ലാസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനായി വലിയൊരു ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. 100 രൂപയാണ് പ്രവേശന ഫീസ്. സഞ്ചാരികൾക്ക് രാജമല വരെയാണ് പ്രവേശനമുള്ളത്. അത് കഴിഞ്ഞുള്ള മനോഹര കാഴ്ചകൾ VRലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇനിയും നമ്മൾ വെസ്റ്റ് ബേയിലേക്കാണ് പോകുന്നത്. ബസ്സിൽ കയറാൻ നിൽക്കുന്നവരുടെ നീണ്ട നിരയാണ് ഈ കാണുന്നത്. അവിടെ നിൽക്കുമ്പോൾ ദൂരത്തായി മനോഹരമായ തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിയും. ക്യൂവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സൈഡിലായി കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർക്കിഡേറിയം ആൻഡ് ഫെർണറി കാണാൻ സാധിക്കും. ഇവിടെ വിവിധ ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകളെയും മറ്റു സസ്യങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും.
കൂടാതെ ഇവയുടെയെല്ലാം ബൊട്ടാണിക്കൽ നെയിമും വിശദ വിവരങ്ങളും സൈഡിലുള്ള ബോർഡുകളിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതും കാണാൻ കഴിയും. ഈ വരുന്ന ബസ്സുകളിലാണ് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നത്. ഇത്തരം ബസ്സുകൾ മുകളിലേക്കും താഴേക്കുമായി നിരന്തരം സർവീസുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ വരുന്ന ബസ്സിലാണ് നമ്മൾ കയറുന്നത്. ഓരോ ബസ്സിലും സീറ്റിങ്ങിനുള്ള ആളുകളെ മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. ഇവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട് മുകളിലേക്ക്. ലോകത്തിലെ ഏറ്റവും മികച്ച തേയിലത്തോട്ടങ്ങളുള്ള ആകർഷകമായ ഒരു സ്ഥലമാണ് മൂന്നാർ. രാജ്യത്തെ തേയില വ്യാപാരത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഒരു കാലത്ത് മൂന്നാറിലെ ഭൂരിഭാഗം ആളുകളും തേയിലത്തോട്ടങ്ങളിലാണ് ജോലി ചെയ്തിരുന്നത്. നമ്മളങ്ങനെ മുകളിലെത്തിയിരിക്കുകയാണ്. ബസ് സർവീസ് ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. ഇനിയും നടന്നു കാണേണ്ട കാഴ്ചകളാണുള്ളത്. ഇവിടെ വിവിധ തരത്തിലുള്ള സുവനീഴ്സ് ഒക്കെ ലഭിക്കുന്ന താർ ഷോപ്പ് അവൈലബിൾ ആണ്. ഇരവികുളം നാഷണൽ പാർക്ക് ഇവിടെ സംരക്ഷിച്ചു പോരുന്ന സസ്യങ്ങളെയും ജീവജാലങ്ങളെയും കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഈ ബോർഡിൽ കാണുന്നത്. ഇതാണ് അകത്തേക്കുള്ള പ്രവേശന കവാടം. ഈ കാണുന്നത് നാഷണൽ പാർക്ക് റൂൾസ് ആണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ നിർബന്ധമായും ഈ റൂൾസ് ഒക്കെ പാലിക്കണം. കയറി വരുമ്പോൾ തന്നെ ഇത്തരം വ്യത്യസ്തങ്ങളായ ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് മുകളിലേക്ക് നടന്നും ഒരു നിശ്ചിത ഫീസോടുകൂടി ഇലക്ട്രിക് ബഗ്ഗിയിലും നമുക്ക് യാത്ര ചെയ്യാം. ഏകദേശം 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സംരക്ഷിത വനമേഖലയാണിവിടം. അതുകൂടാതെ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക സംരക്ഷിത മേഖല കൂടിയാണിത്.
ഭൂരിഭാഗവും പാർക്ക് പുൽമേടുകളാൽ ചുറ്റപ്പെട്ടതാണ്. ഈ മനോഹരമായ കാഴ്ചകളിലേക്കുള്ള എൻ്റെ നടത്തം തുടരുകയാണ്. പ്രകൃതിയിലേക്കുള്ള ഓരോ യാത്രയും മനസ്സിനെ കോരിത്തരിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. സഞ്ചരിച്ച വഴികളിലൂടെ ഒരു പുനർയാത്ര. ഞാൻ പിന്നിട്ട ചില സ്ഥലങ്ങൾ, ചില യാത്രകൾ, ചില അനുഭവങ്ങൾ. കണ്ടതെല്ലാം മനോഹരം, ഇനി കാണാനിരിക്കുന്നതും അതിമനോഹരം. അതിസുന്ദരമാണ് ഇവിടെ നിന്ന് കാണുന്ന ഈ താഴ്വാര കാഴ്ചകൾ. എനിക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണത്. പശ്ചിമഘട്ടത്തിലെ അപൂർവ ഇനം സസ്യങ്ങളും അവയുടെ ബൊട്ടാണിക്കൽ നെയിമും വിവരണങ്ങളും നമ്മൾ ഈ പോകുന്ന വഴിയിൽ പലയിടത്തും കാണാൻ കഴിയും. ഏതൊരു പ്രകൃതി സ്നേഹിയും ഉറപ്പായും സന്ദർശിക്കേണ്ട സ്ഥലമാണിത്. അത്രയും മനോഹരമായ ഭൂപ്രകൃതിയും ജൈവ വൈവിധ്യവും കൊണ്ട് സമ്പന്നമാണിവിടം. ഉദ്യാനത്തിൻ്റെ പ്രവേശന കവാടമായ 5-ാം മൈലിൽ നിന്നും രാജമലയിൽ നിന്നും നമുക്ക് ബഗ്ഗി സർവീസുകൾ ലഭ്യമാണ്. 5-ാം മൈലിൽ തുടങ്ങുന്ന ബഗ്ഗി കാറിന് 7500 രൂപയാണ് നിരക്ക്. പരമാവധി 6 മുതിർന്നവർക്ക് യാത്ര ചെയ്യാനാകും. 2 മണിക്കൂർ നേരം ഉദ്യാനത്തിൽ ചുറ്റി സഞ്ചരിച്ച് വരയാടുകളെ തൊട്ടടുത്ത് കാണാം. രാജമലയിൽ നിന്ന് തുടങ്ങുന്ന ബഗ്ഗി സർവീസിന് ഉദ്യാനം ചുറ്റി കാണാൻ ഒരാൾക്ക് 800 രൂപയാണ് ഈടാക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്കുത്തായ മലമ്പ്രദേശമാണിവിടം. 2695 അടി ഉയരമുള്ള ആനമുടി ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുകളിലേക്ക് കയറും തോറും കോടമഞ്ഞാൽ ഈ പ്രദേശം മൂടപ്പെട്ടിരിക്കുന്നു.
ഈ ഭൂപ്രകൃതിയെ തൊട്ടറിയാനായി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം വിനോദസഞ്ചാരികളാണ് ദിവസേന ഇവിടെ എത്താറുള്ളത്. മഞ്ഞു പെയ്തും കോടമഞ്ഞിറങ്ങിയും താപനില മൈനസിലെത്തിയുമൊക്കെ ഇവിടം നമുക്കൊരു കാശ്മീർ ഫീൽ നൽകുന്നു. സഹ്യപർവ്വതത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണിവിടം. ഈ തണുത്ത ജലം ആ മലയിൽ നിന്നും വരുന്നതാണ്. ഈ വൈവിധ്യമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ നടത്തം തുടരുകയാണ്. ഷോള ഫോറസ്റ്റ്, ഉയരം കൂടിയ പുൽമേടുകളിൽ ഇടകലർന്ന് കാണുന്ന കുറ്റിക്കാടുകളാണിവ. പ്രധാനമായും പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ കേരളത്തിലും തമിഴ്നാട്ടിലും ഇവ കൂടുതലായി കാണപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ, പ്രത്യേകിച്ചും കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മൂന്നാർ, മറയൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഷോലക്കാടുകൾ കൂടുതലായി കാണപ്പെടുന്നു. കുറിഞ്ഞി ഗാർഡൻ 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികളുടെ ഒരു സംരക്ഷിത ഗാർഡനാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് നീലക്കുറിഞ്ഞി. 2018 അവസാനമായി നീലക്കുറിഞ്ഞി പൂത്തത്.
ഇനി 2030 ഈ കുറിഞ്ഞി പുഷ്പിക്കൽ കാണാം. ലോക പൈതൃക പദവിയിലേക്ക് പശ്ചിമഘട്ടത്തിലെ ഈ സ്ഥലത്തെ ഉയർത്തുന്നതിൽ നീലക്കുറിഞ്ഞികൾ വളരെ ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ പുഷ്പിക്കൽ സമയത്ത് ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് സന്ദർശന പ്രവാഹം 10 ഇരട്ടിയാകും. മുള കൊണ്ട് നിർമ്മിച്ച ഈ കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. മനോഹരമായി വേലി കെട്ടിയും കല്ലുകൾ അടുക്കിയും ഈ പ്രദേശം നന്നായി പരിപാലിച്ചിരിക്കുന്നു. കുറിഞ്ഞി പൂക്കുന്ന ആ സമയം ഈ പാതകളിലൂടെയുള്ള നടത്തം എത്ര മനോഹരമായിരിക്കും. നീലഗിരിത്താർ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് നീലഗിരിത്താർ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ രാജമല, പന്തുമല, ചിന്നപ്പന്തുമല എന്നീ സ്ഥലങ്ങളിൽ വരയാടുകൾ കൂടുതലായി കണ്ടുവരുന്നു. വംശനാശം നേരിടുന്ന ജീവിവർഗമാണിവ. വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിലും ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തെക്കേ ഇന്ത്യയിൽ നീലഗിരി മുതൽ ആനമല വരെയും പശ്ചിമഘട്ടത്തിൽ ഉടനീളവും വരയാടുകൾ കാണപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് അനിയന്ത്രിതമായ വേട്ടയും കൊന്നൊടുക്കലും മൂലമാണ് വരയാടുകൾ വംശനാശം നേരിടാൻ ഇടയായത്. വേനൽക്കാലത്തെ കാട്ടുതീയും നാട്ടുമൃഗങ്ങൾ തീറ്റ തേടി വനമേഖലയിലേക്ക് കടന്നതും വരയാടുകളുടെ വാസസ്ഥലം ചുരുങ്ങാൻ ഇടയാക്കി. ചിതറിയതും ചുരുങ്ങിയതുമായ മേഖലകളിലേക്ക് വരയാടുകൾ ഒതുങ്ങാൻ ഇത് കാരണമായി. ഇരവികുളത്തെ വാസസ്ഥലം വൻമലകളാൽ ചുറ്റപ്പെട്ടിരുന്നതും ഇവിടുത്തെ മനുഷ്യർക്ക് പ്രതികൂലമായ കാലാവസ്ഥയുമാണ് ഇവിടെ വരയാടുകൾക്ക് രക്ഷയായത്. ആട്ടിൻ കുടുംബത്തിലെ ഒരൊറ്റ ഇനമേ കേരളത്തിലെ കാടുകളിലുള്ളൂ. അതുകൊണ്ട് വരയാടുകളെ കാട്ടാടെന്നും വിളിക്കാറുണ്ട്. ഇവയ്ക്ക് കടും മഞ്ഞയോ തവിട്ടോ നിറത്തിലുള്ള വളരെ ചെറിയ രോമങ്ങളാണുള്ളത്. കുഞ്ചുരോമങ്ങൾ ചെറുതും മുള്ളുപോലുള്ളതുമായിരിക്കും. സാധാരണ ആടുകളുമായി വളരെ സാദൃശ്യവും ജൈവികമായ അടുപ്പവുമുള്ള ഈ ജീവികളിൽ ആണാടുകൾക്കായിരിക്കും കൂടുതൽ വലിപ്പം. ആണാടുകൾക്ക് 100 മുതൽ 110 സെന്റിമീറ്റർ ഏകദേശ ഉയരവും പെണ്ണാടുകൾക്ക് 60 മുതൽ 80 സെന്റിമീറ്റർ വരെ ഏകദേശ ഉയരവും ഉണ്ടാവും. ആണാടുകൾ 100 കിലോഗ്രാം വരെ ഭാരമുള്ളവയായിരിക്കും. ആണാടുകൾക്കും പെണ്ണാടുകൾക്കും പിന്നിലേക്ക് വളഞ്ഞ കൊമ്പുകൾ ഉണ്ടായിരിക്കും. പെണ്ണാടുകളുടെ കൊമ്പുകൾ താരതമ്യേന ചെറുതായിരിക്കും. 60 കിലോഗ്രാം വരെ ആയിരിക്കും പെണ്ണാടുകളുടെ ഭാരം. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. ജനിച്ച് 2 മാസം മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണത്തിലായിരിക്കും. പ്രായപൂർത്തിയാകാൻ 16 മാസം വരെ എടുക്കുന്നു. 9 വർഷം വരെ ജീവിച്ചിരിക്കാൻ ശേഷിയുണ്ടെങ്കിലും ശരാശരി ആയുസ് 3.5 വർഷമാണ്. പുൽമേടുകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശങ്ങളാണ് വരയാടുകളുടെ വിഹാര കേന്ദ്രങ്ങൾ. ഇത്തരം സ്ഥലങ്ങളിലെ പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളോട് ഇവയ്ക്ക് പ്രത്യേക മമതയുണ്ട്. പാറക്കെട്ടുകളിൽ ചെറിയ കുത്തുകൾ പ്രയോജനപ്പെടുത്തി അവയിലൂടെ സഞ്ചരിക്കാൻ വരയാടുകൾക്ക് കഴിയും. ഇരപിടിയന്മാരിൽ നിന്നും രക്ഷപ്പെടാൻ വരയാടുകൾ ഇത്തരം പാറക്കെട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യുൽപാദനവും പാറയിടുക്കുകളിലാണ് ഉണ്ടാവാറ്.
വരയാടുകൾക്ക് ഈ പേര് ലഭിച്ചത് തമിഴിൽ നിന്നാണ്. തമിഴിൽ വരൈ എന്നാൽ പാറ എന്ന് അർത്ഥമാക്കുന്നതിനാൽ പാറമുകളിൽ താമസിക്കുന്ന ആട് എന്നർത്ഥം വരുന്നതാണ് ഈ പേര്. തണുപ്പുള്ളതും വരണ്ടതുമായ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളാണിവ. പശ്ചിമഘട്ടത്തിൻ്റെ 5% പോലും വരാത്ത ഭൂവിഭാഗത്തിലാണ് ഇന്ന് വരയാടുകൾ ഉള്ളത്. ഉയർന്ന വൻപാറകളുള്ള മലകളാൽ ചുറ്റപ്പെട്ട പുൽമേടുകളിലാണ് വരയാടുകൾ കാണപ്പെടുന്നത്. വർഷം തോറും 1500 മില്ലിമീറ്ററിലധികം മഴ കിട്ടുന്ന ഇവിടങ്ങൾ വരണ്ട കാലാവസ്ഥയുള്ളതുമാകാം. യാത്രയിലുടനീളം ഇത്തരം നിർദ്ദേശങ്ങൾ പലയിടങ്ങളിലും കാണാം. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ. പ്രവേശനം ഇതുവരെ. ഇവിടെ നിന്ന് വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി ആനമുടിയിലേക്ക് ദീർഘദൂര നടത്തത്തിന് അനുമതിയുണ്ട്. ഇരവികുളം ദേശീയോദ്യാന അധികൃതരാണ് അനുമതി നൽകേണ്ടത്. ഇരവികുളം ദേശീയോദ്യാനത്തിനുള്ളിലാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി. 2700ഓളം മീറ്റർ ഉയരമുണ്ടിതിന്. ആനമുടിക്ക് ഇന്നുള്ളതിനേക്കാൾ 500 മീറ്റർ കൂടി ഉയരമുണ്ടായിരുന്നുവെങ്കിൽ ഇതിനു മുകളിൽ മഞ്ഞുപാളികൾ കാണപ്പെടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. സുന്ദരമായ പർവ്വത പ്രദേശമാണിവിടം. എത്ര പോയാലും മതിവരാത്ത പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്ന സ്ഥലം. ഞാൻ തന്നെ 3 തവണ പോയിട്ടും ഇനിയും പലതവണ പോകാൻ ആഗ്രഹിക്കുന്ന സുന്ദരഭൂമി. സുന്ദരമായ ഈ സ്ഥലത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ യാത്രകൾ തുടരുന്നു.